പ്ലേസ്മെൻറ്റ് കിട്ടി. ഒരു ഫുള്ളി ഫണ്ടഡ് പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ കിട്ടി. പക്ഷേ ഒരു 5 days മാത്രമേ ഉള്ളൂ. പ്ലിമൗത്ത് എന്ന സ്ഥലത്ത് നാഷണൽ മറൈൻ അക്യൂറത്തിലാണ് എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയത്. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ട്യൂട്ടർ നമുക്കിങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇങ്ങനെ മെയിൽ ചെയ്യും. അങ്ങനെ ഒരു ദിവസം മെയിൽ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ വന്ന് എൻ്റെ CV-യും പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റും കൂടെ ചേർത്തൊരു മെയിൽ അയച്ചു. ഞാൻ കിട്ടൂല എന്ന് തന്നെ വിചാരിച്ചു. ഞാൻ കുറേ ഇങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നും നമുക്ക് റിപ്ലൈ ഒന്നും കിട്ടാറില്ല. ഇതും ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചത്. പക്ഷേ ഒരു ദിവസം എനിക്ക് കുറേ കോൾസും പിന്നെ ഒരു മെയിൽ വന്നു. ഇതുപോലൊരു ഓഫറുണ്ട്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇല്ലേ എന്നുള്ളത് കൺഫർമേഷൻ മെയിൽ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 5 days ആണ്, ഫുള്ളി ഫണ്ടഡാണ്. എന്ന് വെച്ചാൽ ട്രാവലും ഫുഡും അക്കോമഡേഷനും എല്ലാം അവരെന്നെ തരും. പിന്നെ എൻ്റെ മെയിൻ ട്വിസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേ ഇവിടുത്തെ ഡ്യൂക്ക് ഓഫ് എഡിൻബർഗ് എന്ന് വെച്ചാൽ എഡിൻബർഗിൻ്റെ രാജാവ് അങ്ങനെ എന്തോ ഒരു റോയൽ ആളാണ്. ആ റോയൽ ഹൈനസിൻ്റെ കൂടെ നമുക്ക് എന്താ ചെയ്യുക, നമ്മളെ പ്രോജക്റ്റ് ആ പുള്ളിയുടെ ഫ്രണ്ടിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അതാണ് മെയിൻ ഹൈലൈറ്റ്. പക്ഷെ എനിക്ക് നല്ല ടെൻഷനുണ്ട്, എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരമുണ്ട് കുറച്ച്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 5 hours ട്രാവൽ പോകും. അതാണൊരു പ്രശ്നമായിട്ട് തോന്നി എനിക്ക്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കയറിയതാണ്, ഇപ്പോഴും ട്രെയിനിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി 1 മണിക്കൂർ എന്തോ ഉണ്ട്. ആ ഒരു ട്രാവലിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെറ്റാണ്. അവർ ഫുഡ് അക്കോമഡേഷൻ എല്ലാം അവർ തന്നെ ശരിയാക്കി. നമ്മൾ ടോട്ടൽ 2 സ്റ്റുഡൻസാണുള്ളത്. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് പോർട്സ്മൗത്തിൽ നിന്നും മറ്റൊരു കുട്ടി സതാംപ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളതാണ്. മെയിനായിട്ട് ഇത് സീഗ്രാസിൻ്റെ എന്തോ പ്രോജക്റ്റാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി ബാക്കി അറിയാൻ പറ്റും. പിന്നെ ഈ അക്യൂറോ എന്ന് വെച്ചാൽ UK എന്തോ വൺ ഓഫ് ദ ഡീപ്പസ്റ്റ് അക്യൂറോ അങ്ങനെ എന്തോ ആണ്, അറിഞ്ഞുകൂടാ. പോയി കാണുമ്പോൾ അറിയാൻ പറ്റും. ഞാനിപ്പോഴും ട്രെയിനിൽ തന്നെയാണ്, കുറേ ദൂരമുണ്ട്. ട്രെയിൻ ഇരുന്നിരുന്ന് മടുത്ത് 2 ട്രെയിനിക്ക് മാറിക്കയറണം. അങ്ങനെ ഇതിപ്പോൾ ടോട്ടൽ 3 ട്രെയിൻ കയറിയാണ് പോർട്സ്മൗത്തിൽ നിന്ന് പ്ലിമൗത്തിലോട്ട് പോകുന്നത്. അങ്ങനെ ഞാനിവിടെ അക്കോമഡേഷനിലെത്തി. ഇതൊരു സെറ്റ് വീടാണ്, നല്ല അടിപൊളി വീട്. ഓരോരുത്തർക്ക് ഓരോ സിംഗിൾ റൂം വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ റൂം. ഇവിടെ ഇപ്പം ഞാനും പിന്നെ വേറെ 2 പേരും കൂടെ ഉണ്ട്. അവരൊക്കെ അവരുടെ റൂമിലാണ്. ഓരോരുത്തർക്ക് ഓരോ റൂം കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 3 റൂംസ് ഉണ്ട്. പിന്നെ നല്ലൊരു ഡൈനിങ് ഉണ്ട്, വേറൊരു ലൗഞ്ചുണ്ട്. നല്ല അടിപൊളി വീട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ റൂം. ഇപ്പം തന്നെ ഞാൻ അലങ്കോലാക്കി ഇട്ടിട്ടുണ്ട്. എന്നാലും നല്ല റൂം. പിന്നെ ഇത് കിച്ചണും പിന്നെ അവിടെ തന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. അതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇതൊരു റൂം, അതിൻ്റെ തൊട്ടടുത്ത് വേറെ റൂം, അതിൻ്റെ തൊട്ടടുത്ത് വേറെ റൂം, അങ്ങനെ 3 ബെഡ്റൂമുള്ള. പിന്നെ ഇത് ലൗഞ്ചാണ്, TV ഉണ്ട്. അത് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു ഇവിടെ. ഇവർ 2 പേരാണ് എൻ്റെ കൂടെ ഉള്ള. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സാധനം വാങ്ങിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് തിരികെ തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ്. പിന്നെ ഞങ്ങൾ പിസയും കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി നാളെ തൊട്ട് ഞാൻ വീഡിയോസ് ഇടും. നാളെ Day 1 ആണ്. അങ്ങനെ 5 days ഉണ്ട്. പറ്റണമെല്ലാം ഞാൻ വീഡിയോസ് എടുത്ത് ഇടും. ഒന്നുമില്ല എനിക്കറിയാം, എന്നാലും ചുമ്മാ ഒരു ദിവസത്തിനിടും. അപ്പോൾ ബൈ.